ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു 14 ദിവസം കൊണ്ട് നമ്മളെ ബോഡി ടാനൊക്കെ ഒന്ന് മാറ്റി നമ്മൾ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരു ബ്രൈറ്റനിങ് ബോഡി കെയർ റുട്ടീനാണ്. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഓയിലുകളാണ്. ഒന്ന് നാൽപ്പാമരാതി കേര ആൻഡ് ഒന്ന് ഏലാതി കേര. ഇത് രണ്ടും ഞാൻ കോട്ടയ്ക്കൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കഫ് സിറപ്പില്ലേ, നമ്മൾ കഫ് സിറപ്പ് കുടിക്കുമ്പോൾ മെഷർ ചെയ്യുന്ന സംഭവമില്ലേ, അതിനകത്ത് ഒരു 10 ml ഏലാതി കേരയും ഒരു 5 ml നാൽപ്പാമരാതി കേരയും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലും നെക്കിലും ബോഡിയിലും ഫുള്ള് ഒരു 5 minutes നല്ലോണം മസാജ് ചെയ്യുക. നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞ് ഒരു 30 minutes ലീവ് ചെയ്യുക, ബോഡിയിൽ തന്നെ ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്യുക. ഇത് നമ്മൾ ഒരു വീക്ക്ലി 2 or 3 ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. എനിക്കറിയാം ബോഡി ആക്നി ഉള്ളവരും ആക്നി പ്രോൺ സ്കിന്നുകാർക്കും ഉള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഓയിലിൻ്റെ ആവശ്യം ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം, പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. അതിന് പകരം ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഒരു 30 minutes നമ്മൾ ഈ ഓയിൽ നമ്മൾ ബോഡിയിലിട്ടിട്ട് നമ്മൾ ഒരു നല്ല ബോഡി വാഷോ ഒരു ബോഡി സോപ്പോ യൂസ് ചെയ്ത് വാഷ് ഓഫ് ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബോഡി സോപ്പ് എന്ന് പറയുന്നത് എത്തിഗ്ലോ ബോഡി സോപ്പാണ്. എത്തിഗ്ലോ ബോഡി സോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈറ്റനിങ് ബോഡി സോപ്പാണ്. ഞാനിപ്പോഴും പറഞ്ഞു, പെട്ടെന്ന് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ബോഡി സോപ്പൊന്നും ഹെൽപ്പ് ചെയ്യില്ല, പക്ഷേ ഗ്രാജുവലി ചെറിയൊരു ചേഞ്ച് നമ്മുടെ ബോഡിയിൽ വരും. അപ്പോൾ എത്തിഗ്ലോ ആണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് കുറേ കാലം ലാസ്റ്റും ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷാണ്. ഫോക്സ്ടെയിലിൻ്റെ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബോഡി വാഷ് വേണോ യൂസ് ചെയ്യാം. എക്സ്ഫോളിയേറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോക്സ്ടെയിലിൻ്റെ തന്നെ ബ്രൈറ്റനിങ് ബോഡി വാഷ് ഉണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വിഷ് കെയറിൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഡോക്ടർ ഷെത്തിൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അപ്പോൾ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ഓർ ബ്രൈറ്റനിങ് ബോഡി വാഷ് നോക്കി വാങ്ങിക്കും. ഞാൻ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻ ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞ് ഒരു നല്ല സൺസ്ക്രീൻ ബോഡി ലോഷൻ നമുക്ക് വേണം. അതൊരു 2 times എങ്കിലും ഡെയിലി നമുക്ക് യൂസ് ചെയ്യണം. നമ്മൾ മോർണിംഗ് റൂട്ടീനിൽ യൂസ് ചെയ്യും, പിന്നെ ഞാൻ ഒരു 5 hours കഴിഞ്ഞ് ഒന്നുകൂടെ യൂസ് ചെയ്യും, ഒരു ഉച്ചയ്ക്ക് കഴിയുമ്പോൾ ഒന്നുകൂടെ യൂസ് ചെയ്യും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ എന്ന് പറയുന്നത് ഫോക്സ്ടെയിലിൻ്റെ ബ്രൈറ്റനിങ് ബോഡി ലോഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ SPF 30 ആണുള്ളത്. പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടൊരു ബോഡി ലോഷനുണ്ട്. വിഷ് കെയറിൻ്റെ ഒരു ബോഡി ലോഷനാണത്. അത് SPF 50 ആയിരുന്നു. അത് നല്ല എഫക്റ്റീവായിട്ട്, എനിക്ക് ഇതിനേക്കാളും എഫക്റ്റീവായിട്ട് അത് തോന്നി. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അത് തീർന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഇത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ അടുത്ത് വാങ്ങിക്കുമ്പോൾ ഞാൻ അതായിരിക്കും വാങ്ങിക്കുക, കാരണം എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊരു ബോഡി ലോഷൻ അത് ഒരു 5 ആദ്യം രാവിലെ ഒന്ന് ബോഡി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ആകുമ്പോൾ ഒന്ന് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഉച്ചയ്ക്ക് ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടെ യൂസ് ചെയ്യുക. നമുക്ക് ഒരു മോയ്സ്ചറൈസറും കൂടെ വേണം. അത് നൈറ്റ് ടൈം യൂസ് ചെയ്യാനാണ്. തൈറോയിഡിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഷനുണ്ട്, അതൊരു ബ്രൈറ്റനിങ് ലോഷനാണ്. അത് നമുക്ക് നൈറ്റ് സ്കിൻ കെയറിൽ നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബോഡി വാഷ് ചെയ്യണം, ബോഡി വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ആ ലോഷൻ യൂസ് ചെയ്ത് കിടന്നുറങ്ങുക. ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും ഈ ലോഷൻ യൂസ് ചെയ്തിരിക്കണം. എന്നാലും നമ്മൾ സ്കിന്നിനൊന്ന് അബ്സോർബ് ആവാൻ ടൈം കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ കട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അതിൽ എത്രയാവും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു യൂസ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് 1 hour മുന്നെങ്കിലും യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ രാത്രി ബോഡി വാഷ് ചെയ്യാത്ത ആളാണെങ്കിൽ കൈയും കാലും ഒന്ന് കഴുകിയിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളിത് യൂസ് ചെയ്യുക. നല്ല രീതിയിലൊന്ന് പെനട്രേറ്റ് ആവുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്ര പ്രൊഡക്ട്സേ ഉള്ളൂ. ഇത്ര പ്രൊഡക്ട്സ് വെച്ചാണ് നമുക്ക് 14 days'ലൊരു വിസിബിൾ ചേഞ്ച് വരും എന്ന് ഞാൻ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു റുട്ടീൻ്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വളരെ കുറച്ച് പൈസയേ ആവുന്നുള്ളൂ. ഒരു 1120 rupees ആണ് ഈ എല്ലാ പ്രൊഡക്റ്റിനും കൂടെ ആവുന്നത്. പക്ഷേ ഇത് നമുക്ക് 3 മാസം വരെ ഈ പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മന്ത്ലി ഒരു 370 rupees ഒക്കെ നമുക്ക് സ്പെൻഡ് ആവുന്നുള്ളൂ. 3 months നമുക്ക് ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എന്നാൽ ലാസ്റ്റും ചെയ്യും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി ആക്നി പ്രോൺ സ്കിൻ അല്ലെങ്കിൽ ബോഡി ആക്നി വരുന്നവർക്കുള്ള കാര്യമാണ്. നിങ്ങൾ ആ 2 ഓയിൽ സ്കിപ്പ് ചെയ്തല്ലോ, നിങ്ങൾക്കപ്പോൾ ആ 2 ഓയിൽ വേണ്ട. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ ബോഡി വാഷ് ആഡ് ചെയ്യണം, വീക്ക്ലി 2 യൂസ് ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ബെൻസാക് AC എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി വാഷാണ്. ഇത് തന്നെ വേണമെന്നില്ല, 5% ബെൻസോയിൽ പെറോക്സൈഡുള്ള ഏതെങ്കിലും ഒരു ബോഡി വാഷ് യൂസ് ചെയ്താൽ മതി, വീക്ക്ലി 2. എന്നിട്ട് അതേപോലെ തന്നെ വീക്ക്ലി 2 നൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ടോണറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞ ബോഡി ലോഷൻ യൂസ് ചെയ്താലും മതി. പക്ഷേ ഗ്ലൈക്കോളിക് ആസിഡ് ടോണറും കൂടി നിങ്ങൾക്ക് ബോഡി ആക്നി ഉണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ, എന്നിട്ടൊന്ന് എങ്ങനെയുണ്ട് അതിൻ്റെ റിവ്യൂ
എൻ്റെ അടുത്ത് ഷെയർ ചെയ്യൂ. എന്താണ് റിസൾട്ട് 14 ദിവസം കഴിയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഞാനുമായിട്ട് ഷെയർ ചെയ്യൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വെക്കാം.